എന്തെങ്കിലും സംഭവം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അതിനെല്ലാം ഒരു പരിധി കവിഞ്ഞ മുൻവിധിയോടെ സമീപിക്കുക. മാധ്യമങ്ങൾ മുൻവിധിയോടെ ആരോഗ്യവകുപ്പിനെ ആക്രമിക്കുകയാണ്, എന്നെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാനതിനെ എല്ലാം ഡിനൈ ചെയ്യുക, എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുക, ലഘൂകരിക്കുക എന്ന ഒരു സമീപനം എടുത്തു പോരുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണിത്. അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ പേരിൽ താൻ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്, തൻ്റെ സർക്കാർ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാതിലുകൾ ആദ്യം അടയ്ക്കണമെന്ന് പറയുന്ന ഒരു തരം അതിധൃതി കാണിക്കുകയാണ്. അതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ഒരു കെട്ടിടം തകർന്നു വീണാൽ അതിനകത്ത് ആളുകൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലമായി കുഴപ്പമുണ്ടായിട്ടും പൊളിക്കാത്തൊരു കെട്ടിടം ഇപ്പോൾ ഇവിടെ 140 ആളുകളെന്ന് വെച്ചാൽ അതിലുള്ള രോഗികളെയല്ല, ആ പരിസരത്തുണ്ടായിരുന്ന രോഗികളെയാണ് മാറ്റിയിട്ടുള്ളത്. ബൈസ്റ്റാൻഡേഴ്സാണ് ഇത് ഉപയോഗിച്ചിരുന്നത്, ഈ ശുചിമുറിയൊക്കെ. അത് പക്ഷേ ക്ലോസ് ചെയ്തിരുന്നില്ല. അപകടത്തിൽപ്പെട്ടയാളും ബൈസ്റ്റാൻഡറാണ്, നമുക്ക് കാണാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കണം എന്ന്. 11 മണിക്ക് കെട്ടിടം പൊളിയുന്നു, 11:20 മറ്റോ മന്ത്രി വരുന്നു, 11:20 2-3 മിനിറ്റ് കഴിയുമ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. സെർച്ച് പരിശോധന തുടങ്ങുന്നത് 12:30-ക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പവുമില്ല എന്ന് സ്ഥാപിക്കാൻ, വളരെ വേഗത്തിൽ സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത, അത് നമ്മൾ തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്തും കണ്ടതാണ്. അപ്പോൾ ഒരു ഓപ്പണായിട്ടുള്ള പരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല. എന്തിനാണ് അത്രയും വലിയ ഈഗോ? എന്തിനാണ്? എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, അതായത് ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം സർക്കാരിനെ വളരെ പെട്ടെന്നൊരു ഈഗോ പിടിപെടുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്പർ 1 കേരളമായി ഇതിനെ കൊണ്ടുനടക്കുകയാണ്. നമ്പർ 1 അല്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. നമ്പർ 1 ഏറ്റവും നന്നായി തന്നെ നമ്മുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, പൊതുമേഖല പോകുന്നുണ്ട്. അതിനകത്ത് ചില പുഴുക്കുത്തുകളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അയ്യോ ഞങ്ങളുടെ നമ്പർ 1 തകർന്നു പോകുമോ എന്ന ഭയപ്പാട് ഇവരെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് വീണ ജോർജിനെ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി പിടിക്കുകയാണെന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് അവരെന്ത് ചെയ്യണം? മാധ്യമങ്ങൾ എപ്പോഴും സർക്കാരിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കും, സർക്കാരിനോട് അഗ്രസീവായിരിക്കും. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് മാധ്യമങ്ങളുടെ പണി. അങ്ങനെയല്ല ജേർണലിസം സ്കൂളിൽ പഠിക്കുന്നത്. ഗവൺമെൻറ്റിനെ ഓഡിറ്റ് ചെയ്യുക. കാരണം ഗവൺമെൻറ് ജനങ്ങളോടുള്ള വാഗ്ദത്തം നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്വം. അപ്പോൾ അത് എന്തോ കുഴപ്പമായി വരുന്നോ തടയണമെന്ന പേരിലുള്ള ഒരു വ്യഗ്രത കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിച്ചെന്ന് തോന്നുന്നു. പോട്ടെ, ഇനിയിപ്പോൾ അവർക്ക് ഓർമ്മ കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ആലോചിച്ചില്ല, ഇത് ഉപയോഗത്തില്ലാത്ത കെട്ടിടമാണല്ലോ, അപ്പോൾ തകർന്ന് വീഴുമ്പോൾ അതിനകത്ത് ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കമൻറ്റ് നടത്താം. പക്ഷെ പിന്നീട് ആ കാര്യത്തിൽ തങ്ങൾ ഒരു നിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ടാണ് 1 മണിക്കൂർ പരിശോധന വൈകിയതെന്ന വിമർശനം വന്നല്ലോ. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അത് രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന സമീപനം എടുക്കരുത്. അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കാരണം അവരവിടെ വന്നപ്പോൾ ആ പരിശോധന വൈകിച്ചത് അവരുടെ ഉറപ്പിന്മേലാണ്. അതിലൊന്നുമില്ല എന്ന് അവർ തീർപ്പ് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് പരിശോധിക്കില്ലല്ലോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം എന്നൊരു വാക്ക് പറയാത്തതിൻ്റെ പേരിൽ പരിശോധന വൈകിയെന്ന വിമർശനത്തെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു നല്ല മാതൃകയല്ല. കുറച്ചുകൂടെ സീനിയേഴ്സായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, മന്ത്രിമാർ അവർ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധീരത കാണിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ അവർ ആരും എടുത്ത് തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. ഇതിപ്പോൾ അവർ മനഃപൂർവ്വം കെട്ടിടം തള്ളിയിട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പറ്റിപ്പോയ പിഴവുകൾ ഏറ്റെടുക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ പറഞ്ഞതിന് തുടർച്ച എനിക്ക് പറയാനുള്ളൂ, ആരെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ ആ പ്രശ്നം വാലിഡ് ആണെങ്കിൽ ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാനും ആ വിമർശനം ഏറ്റെടുക്കാനും അതിന് പരിഹാരം കാണണമെന്ന് ആദ്യം ശ്രമിക്കേണ്ടത്. 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല എന്ന വാട്ടബോട്ടറി പറയുന്നത് മോശമാണ്. 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യുന്നു എന്നാണ് ജനം ചോദിക്കുന്നത്. അവരോട് അതിനുള്ള മറുപടി ജനങ്ങളോട്, ആദ്യത്തെ മറുപടി ജനത്തോടാണ് പറയേണ്ടത്. രണ്ടാമതാണ് രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും പറയേണ്ടത്. അപ്പോൾ ജനത്തോട് പറയുക, ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ സർക്കാർ ഊന്നുന്നതാണ് നന്നാവുക.